നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഫോർട്ട് കൊച്ചി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ്. അവധിക്കാലമായിരുന്നു, കുട്ടികൾക്ക് ഒരു ഔട്ടിങ് ഇതുവരെ സാധ്യമായില്ല. അപ്പോൾ ഏതായാലും സ്കൂള് തുറക്കുന്നതിന് മുമ്പ് അവർ സ്റ്റാർട്ടിയൊക്കെ ഒന്ന് മാറ്റണം. അവർ കൂട്ടുകാരെല്ലാം ഔട്ടിങ് നടത്തിയതിൻ്റെ കഥകൾ വന്നപ്പോൾ അവർക്കൊന്ന് പുറത്തു പോകണമെന്നൊരു വലിയ മോഹം. എന്നാൽ പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഡെസ്റ്റിനേഷൻ ഫോർട്ട് കൊച്ചിയിലായേക്കാമെന്ന് കരുതി. ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളും അവിടുത്തെ താമസവും വിശേഷവുമായി ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ വളരെ മനോഹരമായിട്ടുള്ള വീതികളിലൂടെ ഞങ്ങൾ നടന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പ്രശസ്തമായിട്ടുള്ള ഹോട്ടൽ ഫോർട്ട് പാരഗണിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മീൻ വിഭവങ്ങൾ, റെഡി കുക്ക് സൗകര്യങ്ങൾ, ഭയങ്കര റഷാണ് ഫോർട്ട് പാരഗൺ ഹോട്ടൽ. അവിടെ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റിങ്ങിലാണ്. സീറ്റ് കിട്ടണമെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യണം. പക്ഷെ അവിടുത്തെ രുചി ആസ്വദിക്കുന്നതിന് വേണ്ടി ഒത്തിരി പേരാണ് വെയിറ്റിങ്ങിൽ. ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അപ്പം ഞങ്ങൾ ഫോർട്ട് പാരഗണിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡിഷ് ഫോർട്ട് പാരഗൺ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ ആസ്വദിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ ഉച്ചയ്ക്കത്തെ ലഞ്ച് എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം കഴിച്ചതിന് ശേഷം കുഞ്ഞാവ അവിടെ എല്ലാം ഓടി നടന്ന് കണ്ടു. കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടൽ ഫോർട്ട് പാരഗണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ വൈകുന്നേരമായി കടലിൻ്റെ തിരയെല്ലാം കണ്ട് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം ഒപ്പിയെടുത്തു. എപ്പോഴും കടലിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സൗന്ദര്യമാണ്. ഒരു തിര മറ്റൊരു തിരയെ മത്സര ബുദ്ധിയോടുകൂടി അടിച്ച് തീരങ്ങളിലേക്ക് കൊണ്ടുവരുന്ന മനോഹരമായ കാഴ്ച പ്രകൃതിയുടെ ഒരു വലിയ ഒരു സംഭവമായിട്ട് നമുക്ക് അതിനെ കാണുകയും മനസ്സിലാക്കുകയും ആ ഒരു വലിയേറ്റവും വലിയിറക്കവും തിരമാലകളും അതിൻ്റെ ആസ്വാദ്യതയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ തീരങ്ങളിലെ ചെറിയ ചെറിയ കച്ചവടക്കാർ രാത്രിയിൽ അവർ കോൺ, ഐസ്ക്രീം, അങ്ങനെ ചെറിയ ചെറിയ ബങ്ക് ബിസിനസ്സുകൾ നടക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളതെല്ലാം ആസ്വദിച്ച് കണ്ടു. മനോഹരമായ വാക്കുകയാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ. നമുക്കതിൽ വളരെ സേഫായിട്ട് നടന്ന് കടലിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ കുഞ്ഞിക്കുട്ടൻ കോൺ വാങ്ങി കഴിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം വാങ്ങി കൊടുത്തില്ല. പിന്നെ അതിൻ്റെ രുചി ഇഷ്ടമാണെങ്കിൽ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. വേസ്റ്റ് ആക്കരുതെന്ന് പറഞ്ഞു. അതായത് പുള്ളിക്കറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ രാത്രിയിൽ ഫോർട്ട് കൊച്ചിയിലെ ഒരു നൈറ്റ് ഡ്രൈവ്, അവിടുത്തെ സ്ട്രീറ്റിലൂടെ ഒരു നൈറ്റ് ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന PWD ഗസ്റ്റ് ഹൗസിൽ എത്തി. വളരെ സൗകര്യങ്ങളുണ്ട്. ആധുനിക രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു വിശ്രമ കേന്ദ്രമാണ്. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ എത്തി. അതിൻ്റെ മുമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കുഞ്ഞിക്കുട്ടൻ രാത്രിയിൽ അടഞ്ഞു കിടക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ ഗേറ്റ് തുറന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ കറക്കമെല്ലാം അവസാനിപ്പിക്കുന്ന അവസാനത്തെ ലാപ്പിലേക്കാണ് കിടക്കുന്നത്. അപ്പം ഞങ്ങളുടെ താമസ സ്ഥലത്ത് ഞങ്ങൾ എത്തി. രാത്രി ഒരു 10 മണി
സമയമായി. അതിനുശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. ഞങ്ങൾ മുറി, അതിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ റൂമിൻ്റെ ഉള്ളിലെ സ്പേസ്, ഇതെല്ലാം വളരെ ആസ്വാദ്യകരമായിരുന്നു. നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് ആണ്. ഏതായാലും കട്ടിൽ കണ്ട വഴി കുഞ്ഞിക്കുട്ടി ചാടി കിടന്നു. ബീച്ചിലൂടെ എല്ലാം നടന്നു ക്ഷീണതയായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫോർട്ട് കൊച്ചി യാത്രയുടെ ഇന്നത്തെ ദിനം കഴിഞ്ഞു. വീണ്ടും കാണാം. ഓക്കെ.